നമ്മൾ ഈ കണ്ടൊരു കേസ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഡാർട്ട് എറിഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡാർട്ട് കൊണ്ട സ്ഥലം എവിടെ? ഈ ബോർഡിൽ കണ്ട ഈ ഏരിയയിലാണല്ലോ, ഈ കാണുന്ന ഒരു റിംഗ് ഏരിയയിൽ. സോ പ്രോബബിലിറ്റി അവിടെ അല്ലേ ഏറ്റവും കൂടുതൽ? നമുക്ക് തന്നെ അറിയാമല്ലോ. അവിടാണ് ശരിക്കും സംഭവം. പ്രോബബിലിറ്റി അവിടെ തന്നെയാണ്, സത്യമാണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. പക്ഷെ നമ്മൾ പ്രോബബിലിറ്റിയെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ സെന്റർ പോയിന്റിൽ എയിം വെച്ചിട്ട് നമുക്ക് അവിടെ കൊള്ളിക്കാൻ പറ്റിയില്ല. കുറച്ച് പേർക്ക് മാത്രമേ കൊള്ളിക്കാൻ പറ്റുള്ളൂ. ആൻസർ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഏരിയ വളരെ കുറവാണ്. മനസ്സിലായോ? ഈ ബുൾസൈ നോക്ക്, നിങ്ങൾ വലിയൊരു ബോർഡ് എടുത്തെന്ന് നോക്ക്. ആ ബോർഡിലെ ബുൾസൈ എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഏരിയ വളരെ ചെറിയ ഏരിയ. ചിലപ്പോൾ ആ ഏരിയക്കകത്ത് കൂടിപ്പോയി 5 ഡാർട്ടിന് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല എറിഞ്ഞു കഴിഞ്ഞാൽ, അറിയോ? അത്രയും ചെറിയൊരു ഏരിയ. ആ അത്രയും ചെറിയ ഏരിയ കൊള്ളിക്കുക എന്ന് പറയുന്ന ടാസ്ക് ആണ്. അതിനാണ് നമുക്ക് സ്കില്ല് വേണ്ടുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ ക്ലിയർ ആയല്ലോ. നമുക്ക് കൊള്ളിക്കേണ്ടുന്ന ബുൾസൈ എന്ന് പറഞ്ഞ എക്സാക്ട് ഏരിയ വളരെ ചെറിയൊരു ഏരിയ ആണ്. സോ ആ ഏരിയ കൊള്ളിക്കാൻ നമുക്ക് ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ചുറ്റുമുള്ള ഏരിയകളിൽ വന്ന് കൊള്ളും. ഇനി ഞാൻ വേറൊരു കേസ് പറയാം. ഇപ്പൊ എടുത്ത ഡാർട്ട് ബോർഡിനെക്കാട്ടി 10 ഇരട്ടി വലിപ്പമുള്ള ഡാർട്ട് ബോർഡ് എടുത്തെന്ന് വെച്ചാൽ, ഓക്കെ, 10 ഇരട്ടി വലിപ്പമുള്ള ഡാർട്ട് ബോർഡ്. അപ്പോൾ എന്ത് പറ്റും, അതിന്റെ ബുൾസൈ എത്രയും വലുതായിരിക്കും. അതിന്റെ തൊട്ട് എറിയാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെല്ലാം ഇതിലെറിയും. കാരണം നോക്ക്, നേരത്തെ ഉണ്ടായിരുന്ന ഡാർട്ട് ബോർഡിന്റെ അതേ വലിപ്പം തന്നെ ഉണ്ട് ഈ ബുൾസൈക്ക്. അപ്പോൾ എന്ത് പറ്റി, നമ്മളെല്ലാം അതിൽ തന്നെ എറിയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലല്ലേ, സൈസ് കൂടിയപ്പം നമുക്ക് എന്ത് പറ്റി, അവിടെ തന്നെ കൊള്ളിക്കാൻ പറ്റി. സൈസ് കുറഞ്ഞപ്പോൾ നമുക്ക് പറ്റിയില്ല. അതായത് എക്സാക്ട് പറഞ്ഞ ആ ഏരിയ കുറഞ്ഞുകൊണ്ടാണ് നമുക്ക് അവിടെ കൊള്ളിക്കാൻ പറ്റാതിരുന്നത്. മനസ്സിലായോ? അത് തന്നെയാണ് ഇവിടുത്തെ കീയും, ഏരിയ. അതാ പറയാൻ പോന്നെ. സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വളരെ ചെറിയ സ്മോളർ ഏരിയയിൽ കോൺസെൻട്രേറ്റഡ് ആണ്. അതായത് നമ്മുടെ മോസ്റ്റ് ഓഫ് ദ എയിം, ഫുൾ എയിം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പക്ഷെ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ എയിം ഈ കാണുന്ന വളരെ ചെറിയ സെൻട്രൽ ഏരിയയിൽ കോൺസെൻട്രേറ്റഡ് ആണ്. മനസ്സിലായോ? നമ്മളതിനെ യൂഷ്വലി ഒരു പേര് വെച്ചാൽ വിളിക്കാറ്. എന്താണ് ആ പേരെന്ന് ഓർമ്മയുണ്ടോ? അതായത് എന്തേലും ഒരു സ്പെസിഫിക് പോയിന്റിൽ എന്തിന്റെയും കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലാന്ന് നമ്മൾ അതിനൊരു പേര് വെച്ച് വിളിക്കും, ഡെൻസിറ്റി. അതായത് ഒരു സ്പെസിഫിക് ഏരിയയിൽ എന്തിന്റെയും കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലാന്ന് നമ്മൾ അതിനെ പറയാം ഹൈ. അവിടുത്തെ ഡെൻസിറ്റി ഭയങ്കര, അതായത് ഒരു ഹയർ ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ്. അല്ലെ ആ പോയിന്റിൽ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്, നമ്മൾ എന്ത് പറയും, ഡെൻസിറ്റി കുറഞ്ഞ ഏരിയ. അതിന്റെ കാരണം എന്താ, നമ്മുടെ ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ യൂഷ്വലി എന്താ പറയാറ്, ഒരു സ്പെസിഫിക് പോയിന്റിൽ എത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ടെന്ന്. ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഡെൻസിറ്റി കൂടുതല, കുറവ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഡെൻസിറ്റി കുറവാ. ഇവിടെ എന്തിന്റെ ഡെൻസിറ്റിയാ കൂടുതൽ, അല്ലെ എന്തിന്റെ കോൺസെൻട്രേഷനാ കൂടുതൽ? എയിം. ഓക്കെ, എയിം. ആ എയിം, അതായത് നമ്മൾ ഇങ്ങോട്ട് ഉന്നം വെക്കുന്നു, നമ്മുടെ എയിം ഫുൾ ഇങ്ങോട്ടാണ് എന്നതുകൊണ്ട് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യാൻ നോക്കുന്നത്, നമ്മുടെ ഡാർട്ട് വന്ന് ഇവിടെ കൊള്ളാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കൂട്ടിയെടുക്കാൻ നോക്കുക. മനസ്സിലായി? നമ്മുടെ ഉദ്ദേശം എന്താ, ഡാർട്ട് വന്ന് ഇവിടെ കൊള്ളണം. സോ അത് നമ്മൾ എറിഞ്ഞാൽ കൊള്ളാനുള്ള പ്രോബബിലിറ്റി ഇവിടെ കൂട്ടിയെടുക്കാൻ നോക്കുക. സോ അപ്പം ആ എയിമോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, പ്രോബബിലിറ്റി തന്നെ. സോ അപ്പം എന്തിന്റെ ഡെൻസിറ്റിയാണ് ഇവിടെ ആക്ച്വലി, പ്രോബബിലിറ്റിയുടെ ഡെൻസിറ്റിയാണ്. മനസ്സിലായോ? ഇത് നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഡെൻസിറ്റി ഈ കാണുന്ന സെൻട്രൽ പോയിന്റിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റഡാ. സോ ഈ കാണുന്ന സെൻട്രൽ പോയിന്റ് ഒരു ഹൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഏരിയ എന്ന് പറയും. മനസ്സിലായോ? ഇനി അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എയിം മോസ്റ്റ് ഓഫ് ദ ഇവിടെ കോൺസെൻട്രേറ്റഡ് ആണെങ്കിലും ഫുൾ അല്ല. അതിന്റെ കാര്യം എന്താ? കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാട്ടിൽ നിന്ന് വന്ന ജീവികളാണ് മനുഷ്യർ. ഇവോൾവ് ചെയ്ത് നമ്മളൊരു ജീവിയെ ഒരു സ്പെസിഫിക് പോയിന്റിൽ എയിം ചെയ്താൽ ചിലപ്പോൾ അവിടെ ആയിരിക്കില്ല, അതിന് അടുത്തൊക്കെ ആയിരിക്കും കൊള്ളാറ്. ഇവിടെ ഒക്കെ ആയിട്ടായിരിക്കും വന്ന് കൊള്ളാറ്. അതിന്റെ കാര്യം എന്താ, അവിടെയും നമുക്കൊരു എയിം ഉണ്ട്. നമ്മൾ എക്സാക്ട്ലി ഇവിടെ എയിം ചെയ്യുന്ന നമ്മുടെ മോസ്റ്റ് ഓഫ് ദ എയിം ഇവിടെ, നമ്മുടെ എയിം ഇങ്ങനെ സൈഡിലോട്ട് കുറഞ്ഞു വന്നോണ്ടേയിരിക്കും. അതുകൊണ്ട് ആ സൈഡിലൊന്നും തീരെ ഇല്ലാതെ, അത് മറ്റേ ഒരു ടോർച്ച് കൊണ്ടുവന്ന് മേടി നടിക്കില്ലേ, അപ്പൊ ടോർച്ചിന്റെ ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള ഏരിയ അതാ സെന്റർ. മനസ്സിലായി? അത് നമ്മൾ അവിടെ ടോർച്ച് അടിക്കുന്നോണ്ടാ. അതുപോലെ തന്നെ ഇത് നമ്മുടെ എയിം എന്ന് പറയുന്ന ഈ സെന്ററിൽ ആ ടോർച്ചിന്റെ പിന്നെ കണ്ടിട്ടില്ലേ, ലൈറ്റ് അങ്ങോട്ട് സൈഡിലോട്ട് ഫെയ്ഡ് ആവും, അതിൻ്റെ കൂട്ടം ഇങ്ങോട്ട് ഫെയ്ഡ് ആവും. അതായത് എയിം കുറഞ്ഞു വരും. പക്ഷെ ആ ടോർച്ചിന് ചുറ്റുമുള്ള കുറച്ച് ഏരിയയിലും എയിം കൺസിഡറബിളി കാണും. പക്ഷെ സെന്ററിലായിരിക്കും ഭീകരമായിട്ട് എയിം. അത് തന്നെയാണ് ഇവിടെ. ഈ സെന്ററിലാണ് ഏറ്റവും കൂടുതൽ ഡെൻസർ. പിന്നെ ഇങ്ങോട്ടും എയിം ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ സെന്ററിലുള്ളതിന്റെ അത്ര എയിം ഇല്ല, കുറച്ച് കുറവായിരിക്കും. അത് മാത്രമല്ല ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ വളരെ വലിയൊരു ഏരിയ ഉണ്ട്. അതാ പ്രത്യേകത. ഈ കാണുന്ന സെന്ററിലെ കൂട്ട് വളരെ കുഞ്ഞൊരു ഏരിയ അല്ല, വളരെ വലിയൊരു ഏരിയ ഉണ്ട്. വളരെ വലിയൊരു ഏരിയയിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത എയിം സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുക. സോ അവിടെ ഡെൻസിറ്റി കുറവാ. മനസ്സിലായി? സെന്ററിന്റെ ഇതിന്റെ വ്യത്യാസം ഇല്ല. സെന്ററിലെ പ്രത്യേകത എന്താ, സെന്ററിൽ ഭയങ്കര എയിമാ. പക്ഷേ എങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഏരിയ. മനസ്സിലായി?
പക്ഷെ ബാക്കിയുള്ളിടത്ത് അങ്ങനല്ല. ബാക്കിയുള്ള ഈ കാണുന്ന റിങ്ങിൽ എയിം ഉണ്ട്, പക്ഷെ വളരെ വലിയൊരു ഏരിയയും കൂടെ ഉണ്ട്. അതായത് ഈ സെന്ററിലുള്ള എയിമിനെക്കാട്ടിലും കുറച്ച് കുറവ് എയിമാണ്, അതുപോലെ തന്നെ വളരെ വലിയൊരു ഏരിയ ഉണ്ട്. സോ ഡെൻസിറ്റി കുറവാ. അപ്പൊ മനസ്സിലായി, ഈ സെന്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി. അത് കഴിഞ്ഞായിരിക്കും അങ്ങോട്ട് പോകുമ്പോൾ ഡെൻസിറ്റി കുറവ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു പൊക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതിനെ വിഷ്വലി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഞാൻ ഒരു ഡാർട്ട് എടുക്കുക, എറിയുക. എന്റെ മെയിൻ കോൺസെൻട്രേഷൻ ഈ കാണുന്ന സെൻട്രൽ പോയിന്റ്. പക്ഷെ അവിടെ വളരെ ചെറിയൊരു ഏരിയ ഉണ്ട്, അവിടെ എറിയാൻ പാടായിരിക്കും. അപ്പൊ എന്താ പറ്റി, ഇവിടെ വന്ന് കൊണ്ടു. അതെന്താ പറ്റി, ഇവിടെ ഒരു എയിം ഉണ്ട്, സെൻട്രിൽ മാത്രമല്ല എയിം ഉണ്ട്. മേ ബി ചിലപ്പോൾ എന്റെ കൈ തെന്നിയോണ്ടോ എന്ത് റീസൺ കൊണ്ടോ ആവാം, ഞാൻ അടുത്ത ഡാർട്ട് എറിയുക. അതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ മാറി മാറി കൊണ്ടോണ്ടേ ഇരുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണല്ലോ. ഇവിടെ എന്താ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഇത്രയും നേരമായിട്ട് നോക്കിയപ്പോൾ ഈ കാണുന്ന നമ്മൾ ഈ പറഞ്ഞതാണ്ട് ഇവിടം കഴിഞ്ഞ് ഇതിന്റെ ഇടയ്ക്കുള്ള ഈ കാണുന്ന ഒരു ഇത്രയും ഏരിയയിലാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഡാർട്ട് വന്ന് കൊണ്ടേക്കുന്നത്. ഓക്കെ, അതിന്റെ കാര്യം എന്താ, അതായത് നമ്മൾ എറിഞ്ഞ് കൊള്ളിക്കാൻ നോക്കുന്ന ഈ സെന്ററിൽ, പക്ഷെ ആ സെന്ററിൽ വളരെ കുറവ് ഏരിയ ഉണ്ട്, അവിടെ ചെന്ന് കൊള്ളാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഈ കാണുന്ന ചുറ്റുമുള്ളതിൽ നമുക്ക് എയിമുണ്ട്, പക്ഷേങ്കിൽ അവിടെ വലിയ ഒരു ഏരിയ ഉണ്ടായതുകൊണ്ട് അവിടെ കൊള്ളാനുള്ള സാധ്യത കൂടുതല. ആണ് ഞാൻ കൂടുതൽ ഡാർട്ടുകൾ എറിഞ്ഞാലും കണ്ട നിങ്ങൾ അത് തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. കണ്ടില്ലേ, കണ്ട് ചെക്ക് ചെയ്ത് നോക്ക്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സൂമിൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലോ ഇവിടെയും ഡാർട്ട് കൊള്ളുന്നുണ്ട്, പക്ഷേങ്കിൽ ഈ റിങ്ങിൽ കൊണ്ടതിനെക്കാട്ടിലും കമ്പാരേറ്റീവ്ലി കുറവാണ്. അതിന്റെ കാര്യം എന്താണ്, റിങ്ങിൽ വളരെ ചെറിയൊരു ഏരിയ ആണ് ഈ സെന്റർ റിങ്ങിൽ, പക്ഷെ ഔട്ടർ റിങ്ങിൽ വലിയൊരു ഏരിയ ഉണ്ട്. ഇത് ഞാൻ കുറെ ഡാർട്ട് എറിഞ്ഞ് ഇനി എറിഞ്ഞ് കണ്ട. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനെ സൈഡിൽ നിന്ന് നോക്കിയേ, ഇതാ ഈ കാണുന്നൊരു ഷേപ്പ് കണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ദാ ഒരു പേന എടുത്തിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ വരച്ചാല് ഈ കാണുന്ന ഷേപ്പ് എങ്ങനെ ഇരിക്കുമെന്നറിയോ? അല്ല, ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ഡാർട്ട് എറിഞ്ഞു നോക്കാം. നിങ്ങളുടെ ഡാർട്ടുകൾക്കാണ് നമ്മുടെ ഈ ക്ഷാമം. നമ്മുടെ ഇഷ്ടം പോലെ ഡാർട്ട് ഉണ്ട്. നമ്മൾ കണ്ട് ഇങ്ങനെ ഡാർട്ട് എറിഞ്ഞോണ്ടേ ഇരുന്ന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാണ്ട ഇങ്ങനെ ഷേപ്പ് കിട്ടി. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പേന എടുത്തിട്ട് ഇതാ ഞാൻ ഇങ്ങനൊരു വട്ടം വരയ്ക്കാം. വട്ടമല്ല, ഇതിന്റെ ചുറ്റും ലൈൻ വരയ്ക്കാണ്ട, ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഇങ്ങനെ കൊണ്ടുപോയാൽ എനിക്കൊരു ഷേപ്പ് കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷേപ്പ് എന്താന്ന് പറയാൻ പറ്റുമോ? ട്രയാങ്കിൾ ആണെന്ന് പറയില്ല ദൈവത്തെ ഓർത്ത്. കാണുന്നുണ്ടേ, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നത്, അതുപോലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നത്, അതുപോലെ ഈ ഏറ്റവും ടോപ്പ് കൂർത്തല്ലിരിക്കുന്നത്, എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇറങ്ങിയാ പോന്ന കണ്ടില്ലേ? സോ ഇനി ഒരു ട്രയാങ്കിൾ ആയിട്ട് വിളിക്കരുത് ദൈവത്തെ ഓർത്ത്, അല്ല എ ഓർത്ത്. ഓക്കെ, ഇതെന്ത് ഷേപ്പാന്ന് നിങ്ങൾക്ക് മനസ്സിലായേ? ബെൽ കർവ് എന്ന് വിളിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താന്ന് വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, കാരണം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാണുന്ന ഷേപ്പ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. നമ്മൾ ഇപ്പൊ ഈ വരച്ച ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് കണ്ട, ഈ കാണുന്ന ഈ ഒരു ഷേപ്പ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. അവനെയാണ് നമ്മൾ ബെൽ കർവ് എന്ന് വിളിക്കുന്നത്. അവൻ ദാ ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലാണ്ട? കണ്ട, ട്രയാങ്കിൾ അല്ല, ഇതാണ് ബെൽ കർവ്. നിങ്ങൾ യൂഷ്വലി കണ്ടിട്ടുള്ള ഈ 2D റെപ്രസെന്റേഷൻ ആയിരിക്കും, പക്ഷെ ബെൽ കർവ് ഒരു 3D റെപ്രസെന്റേഷനും ഉണ്ട്, നമ്മുടെ സർക്കിളിന്റെയും സ്പിയറിന്റെയും കൂട്ട്. ഓക്കെ, തൽക്കാലം ഈ നടുക്കത്തെ സാധനം എടുത്ത് കളഞ്ഞാൽ കാര്യം കാണാണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബെൽ കർവ്. ഇത് അതിന്റെ 3D റെപ്രസെന്റേഷൻ. ഓക്കെ, നമുക്ക് ഇതിനെ കുറിച്ച് കുറെ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി. മനസ്സിലായി? ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ആക്ച്വൽ സാധനം. നമ്മുടെ കയ്യിൽ ബോർഡ് ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഒരുപാട് ഡാർട്ട് എറിയുന്നുണ്ടല്ലോ. പക്ഷെ എപ്പോൾ ഡാർട്ട് എറിഞ്ഞാൽ നിങ്ങൾ നോക്കിയത് ഈ സെന്ററിലായിരിക്കും എന്ത് എപ്പോഴും ഹൈറ്റ് വരിക. ഞാൻ വീണ്ടും കുറെ കൂടെ ഡാർട്ട് എറിഞ്ഞ് കണ്ട, ഈ കാണുന്ന സെന്റർ പോർഷനിൽ ഓക്കെ നമ്മളിങ്ങനെ എറിയുമ്പോൾ ഇറ്റ് വേരീസ്, അതായത് പല പ്രാവശ്യം മാറും, പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം ഈ സെന്ററിൽ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡാർട്ടുകൾ വന്ന് കൊള്ളുക. ആണ്, കണ്ടില്ലേ? ഈ ഒരു സെന്റർ പാർട്ടിലോട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഡാർട്ടുകൾ വന്ന് യൂഷ്വലി കൊള്ളാറ്. എന്തുകൊണ്ടായിരിക്കും സെന്ററിൽ വന്ന് ഡാർട്ട് കൊള്ളുന്നത്? നോക്കെ, നിങ്ങൾക്ക് ഈ ഡാർട്ട് ഇങ്ങനെ വിഷ്വലി കാണുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഞാൻ അതിനെ സിലിണ്ടറിക്കൽ ഫോമിലോട്ട് മാറ്റാം. സെയിം ഡാർട്ട് തന്നെയാണ്, അതിനെ സിലിണ്ടർ ഫോമിലോട്ട് മാറ്റിയെന്നുള്ളതാണ്. നിങ്ങൾ എവിടുന്ന് നോക്കിയാലും നിങ്ങൾക്ക് കണ്ട് ഇവിടെ ബെൽ കർവിന്റെ ഷേപ്പ് തന്നെയാണ് നിങ്ങൾക്ക് കാണാനും പറ്റുന്നത്. കണ്ടില്ലേ? അല്ലെങ്കിൽ ഇതിന്റെ മേളിൽ കൂടെ നിങ്ങൾ ഒരു തുണി എടുത്തിട്ടാൽ ആ തുണി ഒരു ബെൽ കർവിന്റെ ഷേപ്പിലായിരിക്കും വന്ന് വീഴുക. ഓക്കെ, ക്വസ്റ്റ്യൻ അതല്ല.
എന്തുകൊണ്ടാണ് ഈ സെന്ററിൽ മാത്രം ഏറ്റവും കൂടുതൽ ഹൈറ്റ് വരാൻ സാധ്യത? ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഓൾറെഡി ആൻസർ പറഞ്ഞു. നമ്മുടെ ഈ സെന്ററിൽ കൂടിപ്പോയ എത്ര ഡാർട്ടിന് ഇരിക്കാം? ഓക്കെ, വേണ്ടേ? നമ്മുടെ ഈ സെന്ററിൽ കൂടിപ്പോയ എത്ര ഡാർട്ടിന് ഇരിക്കാൻ പറ്റും? അവിടെ 1, 2, 3, 4 ഒരു ഏരിയ ഒക്കെ വെച്ച് കൂടിപ്പോയ ഒരു 7 ഡാർട്ടിന് വന്നിരിക്കാന്ന് വെക്ക്. അടുത്തടുത്ത ഡാർട്ടുകൾ വന്നാൽ എന്താ സംഭവിക്കും? ഈ ഓൾറെഡി ഇരിക്കുന്ന ഡാർട്ടിന്റെ മേളിൽ കൊള്ളും. അടുത്തടുത്ത ഡാർട്ടുകൾ വന്നാൽ അതിന്റെ മേളിൽ കൊള്ളും. അങ്ങനെ എന്തൊരു കൊണ്ട് മേളിൽ വരെ പോകും. അതെന്താ? അവിടെ മാത്രം ഇത്രയും ഡാർട്ട് വന്ന് കൊള്ളുന്ന? കാരണം അവിടെ ആണ് നമ്മുടെ എയിം. മനസ്സിലായി? അപ്പൊ നമ്മൾ എന്താ ഇങ്ങോട്ട് എറിയാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ 3000 ഡാർട്ട് എറിഞ്ഞു കഴിഞ്ഞു. ഈ 3000 ഡാർട്ടിന്റെ ഇടയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ എയിം ആയിട്ട് നമുക്കറിയാം എന്തായാലും ഇവിടെ കുറെ വന്ന് കൊള്ളും. അപ്പൊ എന്ത് ഓൾറെഡി ഇരിക്കുന്ന ഡാർട്ടിന്റെ മേളിൽ തന്നെ ബാക്കി ഇരുന്ന് പോയോണ്ട് എന്ത് പറ്റി? അവിടെ ഭയങ്കര ഹൈറ്റ് കൂടി. എന്നാ എന്താ ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെ ഹൈറ്റ് കൂടാത്ത? ബാക്കിയുള്ള ഇടത്തൊന്നും അത്ര ഹൈറ്റ് കൂടിയില്ലല്ലോ. ഇനിയും കാണണം ഇവിടെ. നാടെ നോക്ക്, ഈ ഇരിക്കുന്ന സ്ഥലം കണ്ടോ? നമ്മുടെ ഈ ബോർഡ് അല്ലാതെ കണ്ട ബാക്കി ഏരിയ കണ്ട, ഇവിടെ ഇത്ര ഏരിയ ഉണ്ട്, കണ്ടില്ലേ? കണ്ടോ? ശ്രദ്ധിച്ചു നോക്ക്. സൂം ഔട്ട് ചെയ്തിട്ട് കണ്ടില്ലേ? ഇവിടെ ഈ സെന്റർ പോർഷൻ കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി റിങ്ങിന്റെ അത് ഇത്രയും സ്ഥലമുണ്ട്, കണ്ടോ? ഈ ഇത്രയും സ്ഥലത്ത് എന്തുമാത്രം ഡാർട്ട് വന്ന് കുത്തിക്കൊണ്ടിരിക്കുക, കണ്ടില്ലേ? കണ്ട ഇവിടെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ സെന്റർ റിങ്, ഇത് ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ സെന്റർ റിങ് കഴിഞ്ഞാൽ ഇവിടെ ഇത്രത്തോളം പോർഷൻ ഉണ്ട്. സോ ഇവിടെ ഇഷ്ടം പോലെ ഡാർട്ടിന് വന്നിരിക്കാനുള്ള സ്ഥലമുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് എന്ത് പറ്റും? ഇവിടത്തെ എല്ലാം ആദ്യം നിറഞ്ഞിട്ട് പിന്നെ അതിന്റെ മേളിൽ അടുത്ത വന്ന് കൊള്ളേണ്ടത് ആവശ്യമുള്ളൂ. അതായത് ഇവിടെ കൂടിപ്പോയ 7 ഡാർട്ടിന് ഇരിക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഇവിടെ 300 ഡാർട്ടിന് ഇരിക്കായിരിക്കും. മനസ്സിലായി? അപ്പൊ എന്ത് പറ്റും? ഈ 300 എണ്ണം നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ അടുത്ത ലെവല് ഹൈറ്റ് കൂടും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ആദ്യത്തെ 7 എണ്ണം നിറഞ്ഞാൽ തന്നെ അടുത്ത ലെവല് ഹൈറ്റ് കൂടും. നമുക്കറിയാം ഇവിടെ ഓൾറെഡി നമ്മൾ 3000 ഡാർട്ട് എറിഞ്ഞു. നമ്മുടെ എയിം മൊത്തം സെന്ററിലോട്ടാണ്. സോ സെന്ററിൽ വന്ന് കൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എന്ത് പറ്റും? സെന്ററിലും വന്ന് കൊള്ളുന്നുണ്ട്, അതുപോലെ സൈഡിലും കൊള്ളുന്നുണ്ട്. പക്ഷെ സെന്ററിൽ ഏരിയ വളരെ കുറവായതുകൊണ്ട് ഡാർട്ടുകൾ മേലോട്ട് അടുക്കി പോകുന്നു. അതുകൊണ്ടാണ് ഈ കാണുന്ന സെന്ററിൽ ഇത്ര മാത്രം ഹൈറ്റ് വന്നേക്കുന്നത്. ഇനിയും നമ്മൾ എറിഞ്ഞാൽ, ഡാർട്ടുകൾ എറിഞ്ഞാൽ നമുക്ക് അത് തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ബെൽ കർവ് പോലെ തന്നെയല്ലേ? ദാണ്ട നോക്ക്, നമ്മൾ എത്ര എറിഞ്ഞാലും ഇത് പോകുന്നെങ്ങനെ? ബെൽ കർവിന്റെ ഷേപ്പിൽ തന്നെ, കണ്ടില്ലേ? എത്ര എറിഞ്ഞാലും ഡാർട്ടാക്കി കാണണമെങ്കിൽ ഡാർട്ടാക്കി കണ്ടാണ്ടേ, എത്ര എറിഞ്ഞാലും ഇത് ബെൽ കർവിന്റെ ഷേപ്പിൽ തന്നെ കണ്ടില്ലേ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി പ്രോബബിലിറ്റി എന്താണ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വളരെ നമ്മൾ പോലും അറിയാതെ അത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ലാസ്റ്റിലത്തെ ഒരൊറ്റ എക്സ്പ്ലനേഷനും കൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ല. ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഐ സ്ട്രിക്ട്ലി റെക്കമെൻഡ് നിങ്ങൾ ഇതൊന്നെങ്കിൽ നിങ്ങൾക്കിത് ബാക്കിലോട്ട് പോയിട്ട് എന്താണെന്നൊന്ന് മനസ്സിലാക്കി നോക്കാം. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, LLM അല്ലെങ്കിൽ യൂട്യൂബ്, അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റേത് മനസ്സിലായില്ലെങ്കിൽ വെളിയിൽ നോക്കാം. കാരണം ഇറ്റ്സ് എ റിയലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, കാരണം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഓൾറെഡി പ്രോബബിലിറ്റി ഉണ്ടല്ലോ, പിന്നെ ഇതിനെ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അതായത് നമ്മളിപ്പം ഞാനൊരു ഡാർട്ട് എടുത്ത് ഈ ഡാർട്ട് ബോർഡിലോട്ട് എറിഞ്ഞാൽ എനിക്ക് ഈ ഡാർട്ട് ബോർഡിൽ അത് എവിടെ ചെന്ന് കൊള്ളുന്നേന്നുള്ള പ്രോബബിലിറ്റി അറിഞ്ഞാൽ പോരെ. അല്ലാതെ ഞാൻ എന്തിനാ എൻ്റെ എയിമിന്റെ ഇന്റൻസിറ്റി ഒക്കെ അറിയാൻ നിൽക്കുന്നത്, അല്ലെ എയിമിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ അറിയാൻ നിൽക്കുന്നത്? എനിക്ക് അതുകൊണ്ട് എന്താ ഉപകാരം? ഇത് പലർക്കും തോന്നാൻ സംശയമാണ്. അതിലൊരു തെറ്റുമില്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം ഉണ്ടായ സംശയം ഇത്